എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉലുവരസം. ഉലുവരസം എന്ന് വെച്ച് കേട്ട് ഞെട്ടണ്ട. മലയാളികൾക്കിടയിൽ വളരെ കുറവും എന്നാൽ തമിഴ്നാട്ടുകാർ വളരെ 95% പേരും ഉലുവരസം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉലുവരസം വളരെ നല്ലതാണ്. ദഹനക്കുറവ്, പ്രഷർ, കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വയറിനെല്ലാം ഏറ്റവും ഉത്തമമായ ഒരു സാധനമാണ് ഉലുവരസം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉലുവ രസത്തിൻ്റെ റെസിപ്പിയാണെന്ന് നോക്കുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അടുപ്പ് കത്തിച്ച് നമുക്ക് ചട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഫുഡിൻ്റെ ചാനലാണ് ഞാൻ ചെയ്യുന്നത്. ഈ ചാനലിൽ ഞാൻ ഒരുപാട് മരുന്നുകളുടെ റെസിപ്പികൾ ചെയ്യുന്നുണ്ട്. മുന്നോട്ടുള്ള വീഡിയോകളിൽ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന റെസിപ്പികളാണ്. അപ്പോൾ അതിൻ്റെ വലിയ ചിലവൊന്നുമില്ലാതെ ആ മരുന്നുകൾ സ്വന്തമായിട്ട് നമുക്ക് വീടുകളിൽ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവർക്കും പ്രയോജനമുള്ള ചില മരുന്നുകളാണ്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കണ്ട് അതുപോലെ ആ മരുന്നുകൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കണം. എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളവരാണ്. അപ്പോൾ അസുഖവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതെല്ലാം പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രയോജനപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടി ചൂടായി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് ഉലുവരസം വയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത്, ചെറിയ ഉള്ളി, അല്പം കറിവേപ്പില, ഇഞ്ചി ചതച്ചത് ഉലുവരസം വയ്ക്കുമ്പോൾ അത്യാവശ്യമാണ്. ഒരു കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക് കീറിയത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക്, ആവശ്യത്തിന് പുളി. പിന്നെ നമ്മുടെ ഉലുവ പൊടിച്ചത്, മല്ലി, ഉപ്പ്, മഞ്ഞൾ പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി. വെളിച്ചെണ്ണ തിളച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇടണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് 2-3 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. അതിൻ്റെ കൂടെ ഒരു 10 ഇതള്. നമ്മൾ ഉലുവരസം വയ്ക്കുമ്പോൾ മറ്റുള്ള ചേർക്കുന്ന എല്ലാ ചേരുവകളും ചേരും. കൂടുതലായിട്ട് ചേരുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും ഉലുവയാണ്. സാധാരണ നമ്മൾ രസം വയ്ക്കുമ്പോൾ ചേർക്കുന്ന എല്ലാ ചേരുവകളും ഇതിൽ ചേരുന്നതാണ്. മലയാളികൾ രസം വയ്ക്കുമ്പോൾ ഇഞ്ചിയും ഉലുവയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഇട്ട് ചെയ്യും. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ച ഒരു 3-4 പച്ചമുളക്. പച്ചമുളക് എരിവനുസരിച്ചിട്ട്, എരിവ് കുറവുള്ളതെന്നുള്ളവർക്ക് ഒരു പച്ചമുളക് ഇട്ടാലും മതി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 3, 4, 5 ഇടാം. നമ്മൾ മല്ലിമുളകൊക്കെ കുറേശ്ശെ ചേർക്കും. പച്ചമുളകിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ രസത്തിൽ എരിവ് കൂടും. കാരണം ഇഞ്ചിയും കുരുമുളകും എല്ലാം ചേരുന്നതാണ്. വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി,
തക്കാളി ആവശ്യം പോലെ ചേർക്കാം. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2-3 ചേർക്കാം. നമ്മൾ 1 തക്കാളി ചേർക്കാം. തക്കാളി ഇട്ട് പിന്നെ നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി എരിവിനനുസരിച്ച് 1 സ്പൂൺ 1/2 സ്പൂൺ മതിയാവും. ഞാൻ 1 സ്പൂൺ ചേർത്തു. കുരുമുളക് പൊടി 1/2 സ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായിട്ട് മറിച്ച് വെക്കാം. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. മസാലകളൊക്കെ വാടിയതിൻ്റെ ഒരു മണം വരുമ്പോഴത്തേക്ക് നമ്മൾ പുളി രസത്തിന് ആവശ്യത്തിനുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പുളി ഒന്ന് നന്നായിട്ട് ഇതിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം. ഉലുവ രസം വയ്ക്കുമ്പോൾ നമുക്ക് 2 ദിവസം വരെ ചൂടാക്കി 2-3 ദിവസം ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് ചീത്തയായി പോവില്ല. രാവിലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്ക് ഈ രസം ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പുളി ഒഴിച്ചു. ഇനി ഇതൊന്ന് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ രസം വെച്ച് ഇറക്കുമ്പോൾ ഇതിൻ്റെ മണവും അതിൻ്റെ ഗുണവും നഷ്ടപ്പെടാൻ പാടില്ല. ആഹാരം നമ്മൾ ചേരുമ്പടി ചേർത്ത് നല്ലവണ്ണം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണവും മരുന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭക്ഷണ രീതികൾ ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പെട്ടെന്നുണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെട്ടിത്തിളക്കട്ടെ. വെട്ടിത്തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്തെടുക്കാം. ഇപ്പോൾ രസം നന്നായിട്ട് വെട്ടിത്തിളച്ചു. ഒരു 3-4 മിനിറ്റ് വെട്ടിത്തിളച്ചു രസം. ഇനി നമുക്കിതിൽ കായപ്പൊടി ചേർക്കണം. രസത്തിന് കായപ്പൊടി ചേർക്കുമ്പോൾ അല്പം കൂടിയാലും പ്രശ്നമില്ല. കാരണം കായപ്പൊടി വയറിനൊക്കെ നല്ലതാണ്. ഞാൻ 1 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ കായപ്പൊടി ഒന്ന് മറിച്ച് കൊടുക്കുക. അപ്പോൾ യോജിപ്പിക്കുമ്പോൾ എല്ലായിടത്തും ചേരും. ഉലുവ ഞാൻ 1 സ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കുകയാണ്. നമ്മുടെ രസത്തിൻ്റെ ഹൈലൈറ്റ് ഇതാണ്. 1 സ്പൂൺ ഉലുവ ചേർത്തു. തക്കാളിയൊന്നും ഉടഞ്ഞു പോകാതെ അതുപോലെ കിടപ്പുണ്ട്. ഇനി ഈ കായപ്പൊടിയും ഉലുവയും കൂടെ ഇതിലോട്ടൊന്ന് വെന്ത് ചേരണം. ഒരു 1-2 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിക്കണം.
ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തു. നമുക്ക് രസം ഇറക്കാനുള്ള സമയമായി. ഏറ്റവും അവസാനം പൊടിപ്പൊടിയായിട്ട് വെട്ടിയരിഞ്ഞ് വെച്ച മല്ലിയില. നന്നായിട്ട് ഇളകി കൊടുക്കാം. അപ്പം നമ്മൾ ഉലുവയും കായവും ചേർക്കുമ്പോൾ ഉലുവയുടെയും കായത്തിൻ്റെയും ആ ഒരു ചവ മുന്നിട്ട് നിൽക്കുന്ന രസത്തിൽ, അതാണ് ഗുണം കൂടുതൽ. നമ്മുടെ രസം തീ അണയ്ക്കാനായി. രസം റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം അണച്ചു. ഇതുപോലെ എല്ലാവരും ഈ രസം ഒന്ന് വെച്ച് ഉപയോഗിച്ച് നോക്കണം. നല്ല ഗുണമുള്ള സാധനമാണ്. നിങ്ങൾ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഉലുവ രസം വെച്ച് നിങ്ങൾ ഒരുപാട് ദിവസം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. വയറിനൊക്കെ ഏറ്റവും നല്ല ഒരു മെഡിസിൻ തന്നെയാണ് ഉലുവ രസം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.